ഗൈസ് വെൽക്കം ബാക്ക് ടു TV Tuesday. ഇങ്ങനെയല്ല നമ്മുടെ ഇൻ്റർവ്യൂ കുറച്ച് നാളായില്ലേ, അതുകൊണ്ടാണ് പഴയ ഒരു സ്റ്റൈലോട്ട് പോയി കഴിഞ്ഞാൽ ഗൈസ് വെൽക്കം ബാക്ക് ടു TV Tuesday. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും കുറച്ച് പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും യവൻ പരിപാടി നിർത്തിക്കിട്ടി പോയെന്ന്. ഇല്ലേ, നമ്മൾ തിരുന്ത് വന്നാൽ ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. അപ്പോൾ ടൈറ്റിൽ കണ്ടു വന്ന എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന സിനിമയെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊന്നെ വേറെ എന്തോ ഒരു ഐറ്റമാണ്. കുറച്ച് കടിച്ചാപ്പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പറയുകയാണെങ്കിൽ ദിസ് വാസ് ഫ്ലാംബോയന്റ്, എക്സ്ട്രാവഗന്റ് ആൻഡ് റിയലി എക്സലറേറ്റിംഗ്. ഇനി പച്ച മലയാളത്തിൽ പറയാം, എൻ്റെ പൊന്നളിയ എന്താ ചെയ്തേക്കുന്നത്. ഒരു രക്ഷയില്ല. തുടക്കം തൊട്ട് അവസാനം വരെ ഇത്രയും മനുഷ്യനെ പിടിച്ചിരുത്തി കളയുന്ന ഒരു ഫിലിം അടുത്തെങ്കിലും ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇതിൻ്റെ തുടക്കത്തിൽ ഇൻട്രോ സീക്വൻസ് ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ പറയുമായിരുന്നു, ഒരു ഇൻട്രോ ഇത്രയും എൻ്റർടൈനിങ് ആക്കാൻ പറ്റും എന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുള്ളതല്ല. പക്ഷേ ഇത് പിള്ളേർക്ക് പറ്റിയതല്ല. ആദ്യമേ പറയാം, ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കാണരുത്. കാരണം കുറേയധികം ബ്ലഡ് ബാത്ത്, വയലൻസ്, ഒബ്വിയസ് തിങ്സ്. ഡെഡ്പൂൾ കണ്ടുള്ള എല്ലാവർക്കും അറിയാം ഇതെന്താ സെറ്റപ്പ് എന്നുള്ളത്. അപ്പം അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യാനുള്ളത്. സോ പിള്ളേരെ കൊണ്ട് പോയി കാണരുത്. ഈ ഫിലിം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാൻ ബോയ് എങ്ങനെ ഒരു പടം എടുക്കുമോ അതാണ് ഐറ്റം. സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നുന്നു റയൻ റെനോൾഡ്സ് എന്ന് പറയുന്ന ആ വ്യക്തി ഡെഡ്പൂൾ എന്ന ക്യാരക്ടർ വെച്ചിട്ട് ആ ഒരു പുള്ളിയുടെ ഒരു ആഗ്രഹം, ഒരു ഫാൻ എന്ന നിലയിലുള്ള ഒരു ആഗ്രഹം തീർത്ത സിനിമ പോലെയാണ് സംഭവം ചെയ്തിരിക്കുന്നത്. വോൾവറിൻ എന്ന കഥാപാത്രം, അതായത് ഹ്യൂഗ് ജാക്ക്മാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ലോഗൻ അഥവാ വോൾവറിനായിട്ട് തിരിച്ചൊരിക്കലും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത് കണ്ടതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്ങും ആ ഒരു ദി എക്സ്മെൻ എന്ന എഫക്റ്റും ഒക്കെ നിൽക്കുമ്പോഴാണ് ആ ഒരു ഐക്കോണിക് യെല്ലോ സ്യൂട്ടിൽ പുള്ളി വന്ന് ഇറങ്ങുന്നത്. ആ ഫിലിം കാണുന്നത് മനസ്സിലാവും അതിൻ്റെ ഒരു ട്രജക്ടറി പോയി വന്നിട്ട് അവിടെ എത്തുമ്പോൾ വി ഫീൽ ദാറ്റ് ഓൾഡ് നൊസ്റ്റാൾജിയ. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു എക്സ്മാൻ തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സ്റ്റാർ മൂവീസ് എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടായിരുന്ന കാലത്താണ്. അപ്പം അതിലൊക്കെ കണ്ട സമയത്ത് നമുക്ക് തോന്നിയ ആ ഒരു രോമാഞ്ചം ഉണ്ടല്ലോ, അതായിരുന്നു സത്യത്തിൽ ലോഗൻ എന്ന ക്യാരക്ടറിനെ ആ സ്ക്രീനിൽ കാണിക്കുമ്പോൾ തോന്നുന്നു നമുക്ക്. എക്സ്മെൻ്റെ ഫിലിം എല്ലാം കണ്ടവർക്ക് അറിയാം, ഇന്നേ വരെ നമ്മുടെ ലോഗൻ ആ ഒരു ക്യാരക്ടറിൽ ആ ഒരു ആക്ച്വൽ സ്യൂട്ടിൽ, ബാക്കി എല്ലാവർക്കും സ്യൂട്ടുണ്ട്, പക്ഷേ ആ ഒരു സ്യൂട്ട് ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ റീസണിങ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സിനിമയിൽ പറയുന്നുണ്ട്. കാണുന്നവർക്ക് മനസ്സിലാവും. നമ്മൾ സ്പോയിലേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് സംഭവം കാണുക, വേറെ ലെവലായിട്ട്. അടുത്ത ഐറ്റം ഇതിനകത്ത് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ക്യാമിയോസ്. എൻ്റെ തമ്പുരാന് എന്തോ അത് ഒരിടത്ത് നമ്മൾ വിചാരിക്കും എല്ലാ ഫിലിമിനകത്തുള്ള പോലെ ഒന്നല്ല രണ്ട് ക്യാമിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാ അടിപൊളി, അപ്പോൾ അടുത്ത് വരുമ്പോൾ അതാ അടിപൊളി. ഇതങ്ങനല്ല. തുടക്കം തൊട്ട് അവസാനം വരെ നമുക്കിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്. നമ്മൾ കണ്ടിട്ടുള്ള പണ്ടത്തെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു യൂണിവേഴ്സ് ഉണ്ടല്ലോ, മാർവൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ എക്സ്മെൻ യൂണിവേഴ്സ് എന്താണ്, ആ ഒരു ഫീൽ അങ്ങനെ ഇടിച്ചങ്ങ് കയറും. ആ ഒരു സംഭവം വരെ നല്ല ചെയ്തേക്കുന്ന മൊത്തത്തിൽ. ഇനി ചില കാര്യങ്ങൾ സ്പോയിലർ അല്ല, എന്നാലും ഞാൻ പറയുക എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ഫാൻ എന്ന നിലയിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല ചില ആൾക്കാർ ചില ക്യാരക്ടർ ചെയ്തത് എന്നാ സൂപ്പർ ആയിരിക്കുന്നത്. അതുപോലത്തെ ഒന്ന് ഐറ്റംസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ ഞാൻ പറയുക കോരി തരിച്ചിരിക്കും. ക്യാമിയോസിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സിനിമയ്ക്കകത്തുള്ള സംബന്ധിച്ച ഊക്ക്, എൻ്റെ പൊന്നളിയ ഊക്കെന്നൊക്കെ പറഞ്ഞാൽ അന്യായ ഊക്കാണ്. നമുക്ക് എല്ലാവർക്കും ഡെഡ്പൂൾ എന്ന ക്യാരക്ടറിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസ്ട്രിക്റ്റഡ് അല്ല ആ ക്യാരക്ടർ എന്നാണ് എൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ അതിൻ്റെ ലിമിറ്റ്സ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പടമായിരുന്നു ഇത്. നമുക്ക് ഈ എക്സ്മെൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫാൻസ് ആയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, ഫോക്സ് സ്റ്റുഡിയോസിൻ്റെ എക്സ്മെൻ. അതിനുശേഷം ഫോക്സിൽ നമ്മൾ മാർവലിലോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തു തന്നെ ഫോക്സിനെ അടിച്ച് നിലംപരിശാക്കി നശിപ്പിച്ച് കൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഫോക്സിനെ മാത്രമല്ല, എവിടൊക്കെ ഊക്കാവോ എല്ലാത്തിനും ഒരാളെ വിടാതെ സർവ്വ എണ്ണത്തിന് ഊക്കി വെച്ചിട്ടുണ്ട്. ഈവൻ DC യൂണിവേഴ്സിൽ കയറി ബാറ്റ്മാൻ ഇട്ട് വരെ പണി കൊടുത്തിട്ടുണ്ട്. അമ്മാതിരി ഐറ്റമാണ് ഇത്. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ദിസ് വാസ് സോ ഫാർ ദി മോസ്റ്റ് എൻ്റർടൈനിങ് ആൻഡ് എക്സൈറ്റിംഗ് ആൻഡ് ലോട്ട് മോർ ബ്ലഡിയർ ആയിട്ടുള്ളൊരു മാർവൽ ഫിലിമായിരുന്നു ഇത്. പല ഫിലിംസും നമുക്ക് വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം എൻഡ് ഗെയിം അല്ലെങ്കിൽ ടോബി മെഗ്വയർ ഒക്കെ തിരിച്ചു വന്നിട്ടുള്ള സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമോഷണലി നമുക്ക് അതിനകത്തുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ഫിലിംസ് ആണ്. പക്ഷേ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ അല്ല, ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എൻ്റർടൈൻമെൻറ്റ് വൈസ് ദിസ് ഈസ് ദി ബെസ്റ്റ് ടിൽ നൗ. ഇതൊക്കെ പറഞ്ഞിരുന്നാലും പലരും പറയുന്നുണ്ട് ഒരു മാർവലിൻ്റെ ഒരു തിരിച്ചുവരവാണ്, കംബാക്കാണ്, അടിപൊളിയാണ് സംഭവം അടിപൊളിയൊക്കെ തന്നെ. പക്ഷേ എനിക്ക് മാർവലിൻ്റെ ഒരു തിരിച്ചുവരവാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതിനുള്ളൊരു സ്റ്റേജ് എത്തിയിട്ടില്ല. കാരണം നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അടുത്തിറങ്ങിയ ഐറ്റംസിനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫാർ ബെറ്റർ ആണ്. പക്ഷേ പണ്ടത്തെ ഒരു രീതി നമ്മൾ ചിന്തിച്ചത് ഷാങ്ചി അല്ലെങ്കിൽ മൂൺ നൈറ്റ് എന്ന് പറയുന്ന സീരീസുകൾ അല്ലാതെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതെല്ലാം തന്നെ ഒരു
ഒരു പഞ്ചില്ലാതെ പോയി, അല്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു കോർ ഫാനായിട്ടുള്ള ആളുകൾക്ക് പോലും ആ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിനോട് ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യാത്ത ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എൻ്റർടൈനിങ് ആണ്, ഫണ്ണാണ്, സംഭവം അടിപൊളിയ, കളറാണ്, എല്ലാം ശരിയാണ്. പക്ഷേങ്കിൽ ഒരു കംബാക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പാടില്ല. ക്യാമിയോസ് പറഞ്ഞു പോയാണെങ്കിൽ നമ്മൾ വിട്ടുപോയ സംഭവമുണ്ട്. സ്റ്റാൻലി അദ്ദേഹം മരിച്ചു പോയെങ്കിൽ പോലും അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഒരു ചെറിയൊരു ക്യാമിയോ, അതായത് ആക്ച്വലി പറഞ്ഞ ക്യാമിയോ അല്ല, ഒരു പഴയ ഡെഡ് പൂളിൻ്റെ ഒരു സീൻ, ഇതാണെങ്കിൽ ഒരു സീക്വൻസ് ഇതിൻ്റെ അത് കാണിക്കുന്നുണ്ട്. അപ്പം ഇറ്റ് ഫെൽറ്റ് ഗുഡ്, യുനോ. സ്റ്റാൻലിയെ ഓർക്കാൻ പറ്റിയ ഒരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആണെങ്കിൽ തന്നെ വളരെയധികം എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീരിയസ് ആയ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സീനോ ഒന്നും അല്ല. ജസ്റ്റ് ഒരു മെമ്മറി ഡൗൺ ലൈനിലൂടെ ഒന്ന് പോകുന്നത്, അതായത് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. എക്സ്മെൻ്റെ തുടക്കകാലത്തുള്ള കുറച്ച് സീനുകൾ, അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് സംഭവത്തിനുള്ളത്. അതിൻ്റെ കുറച്ച് ഫണ്ണുണ്ട്. ലാസ്റ്റ് വരെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൺ എലമെൻറ്റ് എന്താണെന്ന് മനസ്സിലാവും. പക്ഷേ ഒരു രസകരമായ സംഭവം, ബട്ട് നത്തിങ് വെരി സീരിയസ്. ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഞങ്ങൾ കണ്ടത് 3Dയിലായിരുന്നു. നിങ്ങളുടെ അടുത്തെങ്ങാനും നല്ല 3D തിയേറ്ററിലല്ല എന്നുണ്ടെങ്കിൽ കാണരുത്. ഇത് 2Dയിൽ കണ്ടാലും മതി. പക്ഷെ കാണുമ്പോൾ അടിപൊളി തിയേറ്ററിൽ പോയിരുന്നു സൂപ്പറായി കാണാം. കാരണം അതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ എല്ലാം. ആ ഒരു കോർ തന്നെ അതിൻ്റെ അകത്താണ്. ആ ഒരു സൗണ്ട് എഫക്റ്റും ആ ഒരു വിഷ്വൽ എഫക്ട്സും ആ ഒരു സംഭവം ശരിക്കും നമുക്ക് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ പോയി മസ്റ്റ് കാണണം. ഞാനിപ്പോൾ ഈ റിവ്യൂ ഒക്കെ പറയുമ്പോഴും എനിക്കറിയാം ഞാൻ ഓൾറെഡി ലേറ്റ് ആണെന്ന്. ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ തന്നെ പോയി കണ്ടു കാണും. ഞാനും അങ്ങനെയായിരുന്നു കണ്ടത്. പക്ഷേ ഇനിയും ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഗോ വാച്ച് ദിസ് ഇൻ ദ തിയേറ്റേഴ്സ്. ഇതൊരു സെലിബ്രേഷൻ പോലെയാണ് നമുക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് കുറേ കാലത്തിന് ശേഷം ഒരു കോമിക് ഫിലിം, ഒരു കോമിക് യൂണിവേഴ്സിനകത്ത് വരുന്ന ഒരു ഫിലിം, അത് മൾട്ടിവേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ. ആ ഒരു എൻ്റർടൈൻമെൻറ്റ്, കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് സമയം അടിപൊളിയായി എൻ്റർടൈൻ ചെയ്ത് ചിരിച്ച് രസിച്ചിറങ്ങി പോകണം എന്ന് ഫീൽ ചെയ്യുന്നവർക്ക് പോലും ദിസ് ഈസ് എ ഗ്രേറ്റ് വാച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ പ്ലേസ്. ഇന്നത്തേക്ക് കട്ടൻ പടം നടക്കുകയാണ്. ഇനി അടുത്ത ചൊവ്വാഴ്ച, ഇനി എല്ലാ ചൊവ്വാഴ്ചയും ഇതുപോലെയാണ് എക്സ്പെക്ട് ചെയ്തു. പക്ഷേ മൂവി മാത്രമായിരിക്കത്തില്ല. ഒബ്വിയസ്ലി എന്തൊക്കെയാണോ എനിക്ക് ഇഷ്ടപ്പെടുന്നത് തോന്നുന്നത്, നിങ്ങൾക്ക് സജഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി കമൻറ്റ് ചെയ്യുക. നല്ല ഓപ്ഷൻസ് നോക്കി കണ്ട് ഇഷ്ടപ്പെടുന്ന കാണിക്കുക. എൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അതല്ല, ഇനി ആരും കമൻറ്റ് ചെയ്താലും എന്നെ തള്ള ഞാൻ തന്നെ മതി എന്ന രീതിയിൽ ഞാൻ തന്നെ വരും. ആനിമയായിട്ടും TV സീരീസായിട്ടും സിനിമയായിട്ടും വിടൂല്ല മക്കളെ നിങ്ങളെ. അപ്പോൾ ശരി, ബൈ.